ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തലശ്ശേരി നഗരസഭയിലാണ്. തലശ്ശേരി നഗരസഭയിലെ BJP പ്രതിനിധി ശ്രീ കെ ലിജേഷാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിങ്ങനെ അവസാന ലാപ്പിലേക്ക് പോവാണ്. പ്രചരണങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? തെരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആത്മവിശ്വാസത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം കഴിഞ്ഞ തവണ നമുക്ക് 8 കൗൺസിലർമാരുണ്ടായിരുന്നു. ഇനി 19 സ്ഥലത്ത് നമ്മൾ 2ാം സ്ഥാനത്തായിരുന്നു. അതും മിക്ക വാർഡുകളിലും നമുക്ക് ചെറിയ വോട്ടിനാണ് നമ്മൾ 2ാം സ്ഥാനത്തുള്ളത്. ഈ 19 സ്ഥലത്ത് നമുക്ക് 1ാം സ്ഥാനത്ത് വരാൻ സാധിക്കും. ഈ 8 വാർഡുകൾ നിലനിർത്താനും സാധിക്കും. ഇനി 3ാം സ്ഥാനത്തുള്ള വാർഡുകൾ പോലും നമുക്ക് 1ാം സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇന്ന് രാഷ്ട്രീയമായി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, ആ സാഹചര്യം 100% BJPക്ക് അനുകൂലമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. വളരെ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയമാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് ഇനി വരാനിരിക്കുന്ന 5 വർഷത്തേക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്തൊക്കെ പ്രത്യേകതകളാണ്, നിങ്ങൾ ഏത് രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയത്, ഈ സ്ഥാനാർത്ഥി നിർണ്ണയം? നമ്മുടെ തലശ്ശേരി നഗരസഭയിലുള്ള പ്രധാനപ്പെട്ട, അതായത് തലശ്ശേരിയിലുള്ള പ്രധാന നേതാക്കന്മാരെല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ്. കഴിഞ്ഞ തവണ കൗൺസിലേഴ്സ് ആയിട്ടുള്ള 8 പേരും ഈ പ്രാവശ്യം മത്സര രംഗത്ത്, അതിൽ 3 പേര് ഒഴികെ ബാക്കി എല്ലാവരും 5 പേര് മത്സരിക്കുന്നുണ്ട്. 6 പേര് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അതിൽ ബാക്കിയുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിയിട്ടാണുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് കേവലം ഒരു ആത്മവിശ്വാസത്തിലുള്ള വാക്കുകളല്ല. അത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് മിക്ക തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ വെറുതെ ആത്മവിശ്വാസത്തിൽ നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളും പറയാറുണ്ട്. പക്ഷെ തലശ്ശേരി നഗരസഭയിൽ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്, ഭരണം പിടിച്ചെടുക്കുവാനുള്ള ഒരു ശക്തി തലശ്ശേരി നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുക തന്നെ ചെയ്യും. സ്ഥാനാർത്ഥി പട്ടികയിൽ യുവത്വത്തിന്റെ പ്രാതിനിധ്യം എങ്ങനെയാണ്? തീർച്ചയായും മിക്ക സ്ഥാനാർത്ഥിമാരും നമ്മൾ യുവത്വത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മൾ ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. താങ്കൾ മത്സരിക്കുന്നുണ്ട് ഇത്തവണ? തീർച്ചയായും. കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്നു. അതിന്റെ മുന്നേ കൗൺസിലർ 2015-ലും 2020-ലും കൗൺസിലറായിരുന്നു. ഇനിയിപ്പം 2020 മത്സരിച്ച സ്ഥലത്തല്ല ഇത് പുതിയ സ്ഥലത്താണ് വന്നത്. കഴിഞ്ഞ തവണ ഈ വാർഡിൽ ആരെ ജയിച്ചാണ്? CPM ജയിച്ച വാർഡാണ്. അതെ, LDF ജയിച്ച വാർഡിലാണ് ഇപ്പോൾ. അവിടെ ഒരു അട്ടിമറിയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും. കാരണം ഞാനിപ്പോൾ മത്സരിക്കുന്നത് നങ്ങാരത്ത് വാർഡിലാണ് മത്സരിക്കുന്നത്. നമ്മുടെ ഒട്ടനവധി പ്രവർത്തകരുള്ള ഒരു വാർഡാണിത്. അവിടെ 100% വിജയിച്ചു വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. കഴിഞ്ഞ 5 തവണത്തെ താങ്കൾ ഉൾപ്പെട്ട കൗൺസിലാണ് പ്രതിപക്ഷത്തായാലും ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് 5 വർഷം. എന്തൊക്കെ പോരായ്മകളാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിലുള്ളത്? കഴിഞ്ഞ 5 വർഷം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് തുടർച്ചയായി 10 വർഷം തലശ്ശേരി നഗരസഭ കൗൺസിലിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരൊറ്റ വാക്കിൽ ഇതിനെ നിർവചിക്കാൻ സാധിക്കും. ഒരു നദിയിലൂടെ ഒഴുകി പോകുന്ന, പൊങ്ങുതടി പോലെ പോകുന്ന ഒരു നഗരസഭ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടോ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പദ്ധതി രൂപീകരണമോ നടക്കാത്ത ഒരു നഗരസഭ. കാരണം ഇങ്ങനെ കാലത്തിനനുസരിച്ച് ഒഴുകിപ്പോകുന്ന, കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളുടെ ഭാഗമായി മാറുന്ന ചിലർ എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്നതാണ് തലശ്ശേരി നഗരസഭ. സ്വന്തമായി തലശ്ശേരി നഗരസഭയുടെ വികസനത്തെക്കുറിച്ച് സമഗ്രമായ ഒരു പദ്ധതി രൂപീകരിക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി നാളിതുവരെ ഭരിച്ച ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തികച്ചും സത്യസന്ധമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ഒരു നഗരം നേരിടുന്ന വെല്ലുവിളികൾ, അതൊക്കെ തലശ്ശേരി നഗരസഭയിലുണ്ട്. ഗതാഗതക്കുരുക്ക്, വെള്ളക്കെട്ട്, കുടിവെള്ള പ്രശ്നം, തലശ്ശേരി നഗരസഭയിൽ ഇപ്പോൾ തെരുവുനായ ശല്യം, എന്തൊക്കെയാണോ ജനങ്ങൾ ദുരിതപൂർണമാവുന്നത് ആ സാഹചര്യങ്ങളെല്ലാം തലശ്ശേരി നഗരസഭയിലുണ്ട്. അങ്ങനെ എന്നാൽ ഇതിനെല്ലാം പരിഹാരം കാണുവാനുള്ള ഒരു ശ്രമമെങ്കിലും നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൗൺസിലിൽ ഉന്നയിക്കാറില്ലേ? തീർച്ചയായും നിരവധി തവണ കൗൺസിൽ പ്രക്ഷുബ്ധമാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ വിഷയങ്ങളും BJPയുടെ കൗൺസിലർമാർ ഓരോ കൗൺസിലും കൃത്യമായി അവതരിപ്പിക്കുകയും ആ അവതരിപ്പിക്കുന്നത് അവർക്ക് പക്ഷെ ഒരു ഭൂരിപക്ഷത്തിന്റെ അഹങ്കാരം, അത് സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ തലശ്ശേരി നഗരസഭയിലും ഉണ്ട്. അതിനെതിരെ കൗൺസിലിന്റെ ഉള്ളിലും പുറത്തും നഗരസഭയുടെ മുന്നിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നമ്മൾ BJPയുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. സമരപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം കുടിവെള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമരം
നമ്മളെല്ലാവരും കേട്ടുകൾ അതിശയപ്പെട്ടു പോകുന്ന ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം തലശ്ശേരി നഗരസഭയിലുണ്ട്. അത് കൗൺസിലർമാർ പ്രത്യേകം കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നിരവധി തവണ നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ വീടുകളിലേക്ക് എത്തുന്ന കുടിവെള്ളം, ഈ കുടിവെള്ളം നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന പൈപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഡ്രെയിനേജിലാണ്. ഈ ഡ്രെയിനേജിൽ ഉണ്ടാവുന്ന ഈ പൈപ്പിലുള്ള പൊട്ടലുണ്ടല്ലോ, ഈ പൊട്ടലിലൂടെ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ ഇങ്ങനെ വെള്ളം പൂക്കുറ്റി ചീറ്റുന്നത് പോലെ ചീറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പൈപ്പുകൾ പല സ്ഥലത്തും ഡ്രെയിനേജിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഇവിടെ ഉണ്ടാവുന്ന പൊട്ടലുകൾ, ആ പൊട്ടലുകളിലൂടെ ഈ വെള്ളം എല്ലാ സമയവും വരുന്നില്ല. ഈ വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് പുറത്തുള്ള വെള്ളം ഉള്ളിലേക്ക് കയറില്ല എന്ന് വിചാരിക്കാം. പക്ഷെ 24 മണിക്കൂർ വെള്ളം അവൈലബിൾ ആയിട്ടുള്ള ഒരു നഗരസഭയല്ല. അങ്ങനെ വെള്ളം ഇല്ലാത്ത സമയത്ത് പുറത്തുള്ള വെള്ളം ഈ പൈപ്പിലേക്ക് കയറും. അങ്ങനെ നമ്മുടെ വീടുകളിലേക്കെല്ലാം എത്തുന്നത് മലിനജലമാണ്. ഇത് കേവലം ഒരു ആരോപണമല്ല. ഈ തലശ്ശേരി നഗരസഭ പരിധിയിൽ വസിക്കുന്ന ഏതൊരാൾക്കും, മഞ്ഞോടിയിലാണെങ്കിലും പുല്ലമ്പിൽ റോഡിലാണെങ്കിലും മണവാട്ടി ജംഗ്ഷനിലാണെങ്കിലും ലോഗൻസ് റോഡിലാണെങ്കിലും ഒന്ന് പോവുക, ഒരു സ്ലാബ് ഒന്ന് ചെറുങ്ങനെ മാറ്റി നോക്കൂ, 2-3 ആൾക്കാർ മാറ്റി നോക്കിയാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. അത്രയും അപകടകരമായിട്ടുള്ള സാഹചര്യം നമ്മുടെ തലശ്ശേരി നഗരസഭയിലുണ്ട്. ഇതിനെ മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് നിരവധി തവണ BJPയുടെ കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ നമുക്ക് കെടുകാര്യസ്ഥത എന്നാണോ പറയാൻ സാധിക്കുന്നത്? ഇതിനെ കെടുകാര്യസ്ഥത അല്ല, ഇത് കുറ്റകരമായ അനാസ്ഥയാണ്, തെറ്റാണ് ചെയ്യുന്നത്. അത് ഇവിടുത്തെ ഭരണാധികാരികൾ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇവർക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ സാധിക്കുക? ഇത്തരം കാര്യങ്ങളിൽ ജനകീയ പ്രക്ഷോഭം, ഒരു ദിവസം നമ്മൾ ഈ കൗൺസിലിൽ ഉന്നയിച്ചതിന് ശേഷം ഇതിൽ നടപടി ഉണ്ടാകുന്നില്ല. അതിനുശേഷം 8 കൗൺസിലർമാരും നിരാഹാര സമരം ഇരുന്നു. നഗരസഭയുടെ മുന്നിൽ നിരാഹാര സമരം ഇരുന്നു. ഒരു ദിവസം പൂർണ്ണമായും ഇരുന്നു. അതിനുശേഷം കളക്ടർക്ക് പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇതിന്റെ ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ നടപടികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മറുപടി ലഭിക്കുന്നത് 6 മാസത്തിനകം, കളക്ടർ തീരുമാനിച്ചത് 6 മാസത്തിനകം ഇതിന് നടപടി എടുത്തിരിക്കണം. ഇതിന്റെ അപകടാവസ്ഥ മനസ്സിലായി. 6 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി. എന്നും അതിനെ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. വളരെ എളുപ്പത്തിൽ കഴിയും. ജൽജീവൻ മിഷന്റെ പദ്ധതി ഭാഗമായിട്ട് 3.5 കോടിയിലധികം രൂപ തലശ്ശേരി നഗരസഭയിൽ ഈ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ഫണ്ടുണ്ട്. ഇത് നിർവഹിക്കുക, വളരെ ശാസ്ത്രീയമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിനാണ് അവർ ഉത്തരം പറയേണ്ടത്. എന്താണ് BJP മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാട്? നമ്മൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ ആദ്യം അഡ്രസ് ചെയ്യണം. തലശ്ശേരി നഗരസഭ നേരിടുന്ന വെല്ലുവിളികളെ അഡ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് വികസന കാഴ്ചപ്പാടുകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. വെല്ലുവിളികൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കുടിവെള്ള പ്രശ്നം, നമ്മുടെ ഈ റോഡ് പൊട്ടിച്ചിട്ട് ടാറ് ഈ പൈപ്പ് ഇടുന്ന പരിപാടി, അത് ആദ്യം ഒഴിവാക്കണം. ഒന്നാമത്തെ കാര്യം, BJP നഗരസഭ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന നടപടികളിൽ ഒന്ന് കുടിവെള്ളം, അത് മുഴുവൻ വീടുകളിലും ശുദ്ധജലമായി എത്തിക്കും എന്നുള്ളത് 100% ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തലശ്ശേരി നഗരസഭയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അത് പ്രൈവറ്റൈസ് ചെയ്യും. 100% തൊഴിലാളികളെ പുറത്തു നിന്ന് ദിവസക്കൂലിക്ക് അല്ലെങ്കിൽ ഇപ്പോ AMC രീതിയിൽ നമ്മൾ അതിനെ ഔട്ട്സോഴ്സ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആരോപണം. തീർച്ചയായും 77 തൊഴിലാളികളാണ് തലശ്ശേരി നഗരസഭയിലെ 52 വാർഡുകൾക്ക് ലഭിച്ചിട്ടുള്ളത്. നിലവിൽ 77 തൊഴിലാളികളാണ് ഇന്ന് നഗരസഭയിലുള്ളത്. അതിൽ മറ്റ് ജോലികൾക്കായിട്ട് ഒരു 10 പേരെങ്കിലും മാറിപ്പോകും. അതായത് വാച്ച് ആൻഡ് വാർഡനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി തൊഴിലാളികൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ജോലി. ശുചീകരണ തൊഴിലാളികളായിട്ട് മാത്രം നമുക്ക് കിട്ടുന്നത് കേവലം 60 പേര് മാത്രമാണ്. ഈ 60 പേരില് ഒരു 40ഓളം ആളുകൾ CPMന്റെ സജീവ പ്രവർത്തകരും നേതാക്കളുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പാർട്ടിയുടെ സിസ്റ്റം അനുസരിച്ച് പാർട്ടി ചുമതലയേക്കാൾ വലുതല്ല കൗൺസിലർമാർ. ഇവിടെ റോഡ് പുല്ലിയെത്താൻ വേണ്ടിയിട്ട് വരുന്ന ലോക്കൽ സെക്രട്ടറിനോട് കൗൺസിലർക്ക് ആജ്ഞാപിക്കാനുള്ള അല്ലെങ്കിൽ അവരോട് പ്രവൃത്തി കൃത്യമായി ചെയ്യാനുള്ള പറയുവാനുള്ള ഒരു ശക്തിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ BJPയുടെ കൗൺസിലർമാരുടെ വാർഡുകളിൽ കൃത്യമായിട്ട് പണി എടുപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. പക്ഷെ അവിടെ ഒരു രാഷ്ട്രീയ പരിമിതി CPMന്റെ കൗൺസിലർമാർക്ക് ഉണ്ടാവാറുണ്ട്. ഈ ഇത്രയും തൊഴിലാളികൾ മിക്കവരും പാർട്ടി പ്രവർത്തനത്തിന് ശേഷമാണ് ഈ ജോലികളിൽ തന്നെ സജീവമാവുന്നത്. ഒന്നാമത്തെ കാര്യം, ചെയ്യുന്ന ജോലിയാണ് എങ്കിൽ നമുക്ക് പരിമിതമായ സാഹചര്യത്തിൽ മാത്രമാണ്, പരിമിതമായ സമയത്തിൽ മാത്രമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 50 തൊഴിലാളികൾ ചെയ്യേണ്ട പണിയല്ല യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു 10 തൊഴിലാളികളെ പുറത്തുനിന്ന് എടുത്ത് ചെയ്യിപ്പിക്കുന്ന പണിയായി 50 ആളുകളും ചെയ്യുന്നത്. ഇത് തലശ്ശേരി നഗരസഭയിൽ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 53 വാർഡുകളിലും 3 തൊഴിലാളികളെ സ്ഥിരമായി നിയമിക്കുവാനുള്ള സാഹചര്യം ഒരുക്കും.
അവിടെ വാർഡിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്വച്ഛ് ഭാരത് പദ്ധതി എങ്ങനെയാണോ നമ്മുടെ പ്രധാനമന്ത്രി ആവിഷ്കരിച്ചിട്ടുള്ളത്, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അത് പൂർത്തീകരിക്കുന്ന രീതിയിൽ ഒരു വാർഡിൽ മിനിമം 3 തൊഴിലാളികളെങ്കിലും സ്ഥിരമായി പോസ്റ്റ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കും ശുചീകരണ പ്രവർത്തനങ്ങളിൽ. അതാണ് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട്, അതായത് കരാർ അടിസ്ഥാനത്തിൽ ഓരോ വാർഡിനെയും കരാർ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ നിയമിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. മറ്റ് ഏതൊക്കെ മേഖലകളിലാണ് താങ്കൾ ഉദ്ദേശിക്കുന്ന കാഴ്ചപ്പാട്? തലശ്ശേരി നഗരത്തിന്റെ വികസനത്തിന് സ്വാഭാവികമായും അനിവാര്യമായിട്ടുള്ളത് ഇതിനെ വികേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ തലശ്ശേരി നഗരം കേന്ദ്രീകരിച്ചിട്ട് കൊണ്ടുള്ള ഒരു വികസനത്തിന് പുറമെ നഗരത്തിനോട് ചേർന്നിട്ടുള്ള ചെറുനഗരങ്ങൾ, ഇപ്പൊ മഞ്ഞോടി, വീനസ് കോർണർ, സേതാർവള്ളി ഉൾപ്പെടെയുള്ള ചെറു നഗരങ്ങളുണ്ട് ചേർന്നിട്ടുള്ള. അതിനെ തലശ്ശേരി നഗരത്തിനോട് സമാനമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഈ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരത്തെ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴാണ് ഈ സ്ഥലപരിമിതി എന്നുള്ള ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം നമ്മൾ നേരിടേണ്ടി വരുന്നത്. നമുക്ക് നഗരത്തിൽ തന്നെ പരിമിതികളുണ്ട്. ഒരു നഗരത്തിലുള്ള പരിമിതികളെ നമുക്ക് ദീർഘദൂര തീരദേശം നമ്മുടെ മുന്നിലുണ്ട്. അതിനെ LDFന്റെ ഗവൺമെന്റ് അതൊരു പരിമിതിയായിട്ടാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്, വികസന പ്രവർത്തനങ്ങൾക്ക് പരിമിതി. പക്ഷെ ഞങ്ങൾ അതിനെ അവസരമായിട്ടാണ് കാണുന്നത്. ഇത്രയും ദീർഘദൂരം തീരദേശമുള്ള ഒരു നഗരത്തെ അതിനെ ഒരു പരിമിതിയായി കണക്കാക്കാൻ BJPക്ക് സാധിക്കുന്നില്ല. അതിനെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അതിനെ അവസരമാക്കി മാറ്റാം. അഡ്വഞ്ചറസ് ടൂറിസം നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് മുതൽ വെട്ടിപ്പാലം കോളനി വരെയുള്ള വലിയ ദീർഘദൂരമായിട്ടുള്ള ഒരു തീരദേശം, അതിനെ നമ്മുടെ സ്ട്രെങ്ത് ആക്കിയിട്ട് മാറ്റണം. അവിടെ വിദേശികൾ, സ്വദേശികൾ, ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഇവരെല്ലാവരെയും കൊണ്ടുവരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കാണ്. അതോടൊപ്പം തന്നെ നഗരത്തിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും റെയിൽവേ സൗകര്യമുള്ള ഒരു റെയിൽവേക്ക് ഇത്രയധികം സ്ഥലമുള്ള ഒരു നഗരസഭ കേരളത്തിൽ തന്നെ ഇല്ല. ഇത്രയും റെയിൽവേക്ക് ഉണ്ടായിട്ടും ആ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് റെയിൽവേയിലേക്ക് ഒരു ഇടപെടൽ നടത്തുവാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. നമ്മുടെ വ്യവസായ വ്യാപാര കേന്ദ്രമായിട്ട് ഒരു കാലഘട്ടത്തിൽ തലശ്ശേരി പൈതൃക നഗരമായിരുന്നു. അതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് റെയിൽവേ ആയിരുന്നു. അതിനെ ഇപ്പോഴും ഒരു പരിമിതിയായിട്ടാണ് നമ്മുടെ ആളുകൾ കാണുന്നത്. അത് പരിമിതിയല്ല യഥാർത്ഥത്തിൽ. കൂർഗിൽ നിന്ന്, കൊടകിൽ നിന്നൊക്കെ ഒരു സമയത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടം, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇത്രയും സൗകര്യമുള്ള ഒരു നഗരസഭ വേറെ കണ്ണൂർ കേരളത്തിൽ തന്നെ ഇല്ല. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിന് പകരം അതൊരു പരിമിതിയാണ് എന്നുള്ള ഒരു റെയിൽവേയുടെ ഇത്രയും വലിയൊരു അവസരം നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. അതിനെ പരമാവധി BJP ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി, അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യാപാര സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആ ഒരു കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനിഫെസ്റ്റോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഴമയുടെ ഒരു പ്രതാപമുണ്ട്, ആ പ്രതാപം തിരിച്ചു കൊണ്ടുവരും. പുതുമയുടെ ഒരു പ്രഭാവമുണ്ട്, അത് നിലനിർത്തിക്കൊണ്ട്, പഴമയുടെ പ്രതാപവും പുതുമയുടെ പ്രഭാവവും ഇത് രണ്ടും നിലനിർത്തിക്കൊണ്ട്, ഇതിനെ രണ്ടിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ലോക ഭൂപടത്തിൽ തന്നെ തലശ്ശേരിയെ രേഖപ്പെടുത്തും. ലോക ഭൂപടത്തിൽ തലശ്ശേരിയെ രേഖപ്പെടുത്താൻ സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രകൃതി സമ്പത്ത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം ഹാർബർ തലശ്ശേരിയിലുണ്ട്. ഈ ഹാർബർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ തീരദേശ തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം നിലവാരം ഉയർത്തുന്നതിന് ഈ ഹാർബർ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ നേരിടുന്ന വെല്ലുവിളിയെ അഡ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ. അല്ലാതെ വെല്ലുവിളിയായിട്ട് നിൽക്കുകയും ചെയ്യും. വികസന പ്രവർത്തനം കൊണ്ടുവരുന്ന വെല്ലുവിളികളുണ്ട്, അതിനെ നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ടും വരും. ഇപ്പൊ തെരുവുനായ ശല്യം പരിഹരിക്കുവാൻ ABC പ്രോഗ്രാം വളരെ ഫലപ്രദമായി നടപ്പിലാക്കാൻ നമ്മുടെ മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. തലശ്ശേരി നഗരസഭയിൽ ഒരു ABC പ്രോഗ്രാം സെന്റർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിപ്പോഴും കാട് പിടിച്ച് കിടക്കുക. അവിടെ കാട് പിടിച്ച് കിടക്കുന്നത് പ്രദേശത്തിലുള്ള ആളുകളുടെ എതിർപ്പിന്റെ ഫലമായിട്ടാണ് എന്നാണ് നഗരസഭ പറയുന്നത്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഈ ബിൽഡിംഗ് ഇത്രയും നല്ല രീതിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചതിന് ശേഷമാണോ ജനങ്ങൾ എടുക്കുന്ന കൺസേൺ എടുക്കേണ്ടത്? ഇത് നിർമ്മിക്കുന്നതിനേക്കാൾ മുന്നേ ജനങ്ങളുടെ അവിടുത്തെ പ്രദേശത്തിന് അതിന്റെ ഒരു വാബിലിറ്റി പഠിച്ചിട്ട് വേണ്ടേ നമ്മളിത് നടപ്പിലാക്കാൻ. മിക്ക പദ്ധതികളും അങ്ങനെയാണ്. മഞ്ഞോടി മത്സ്യ മാർക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. നിരന്തരം പ്രക്ഷോഭം നടന്നിട്ടുള്ള ഒരു സാഹചര്യം. ശ്രീരാമസ്വാമി അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ ആരാധനാ ക്ഷേത്രത്തോട് ചേർന്നിട്ട്
ഒരു മത്സ്യ മാർക്കറ്റ് ആരംഭിക്കുവാനുള്ള ബുദ്ധി അല്ലെങ്കിൽ ഒരു ചിന്ത ആരുടെയെങ്കിലും മനസ്സിലുണ്ടാവും? അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ താല്പര്യം എന്താണ്? അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് തലശ്ശേരി എന്നല്ല, കണ്ണൂർ ജില്ലയിൽ, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിനോട് ചേർന്നിട്ട് 2.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ബഹുനില കെട്ടിടം നിർമ്മിക്കുക, അതിന് ഈ മത്സ്യത്തിന്റെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ആക്കിയിട്ട് അതിനെ മാറ്റുക. അതിനെതിരെയുള്ള നിങ്ങളുടെ സമരം വിജയം കണ്ടു. ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ഏറ്റവും ആത്മാഭിമാനത്തോടു കൂടി, വളരെയധികം മനസ്സിന്, നമ്മളൊരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് മനസ്സിലൊരു ഫീൽ ഉണ്ടാവുമല്ലോ. ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു സംതൃപ്തി നൽകിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന് മത്സ്യ മാർക്കറ്റ് ആരംഭിക്കുവാനുള്ള ശ്രമത്തെ BJPയുടെ 8 കൗൺസിലർമാരും ഒരേ ശബ്ദത്തോടു കൂടി, ഒരേ മനസ്സോടു കൂടി ചെറുത്തു തോൽപ്പിച്ചു. അത് BJP കൗൺസിലർമാരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അത് തല ഉയർത്തി നിന്നുകൊണ്ട് തന്നെ ഒരു മനസ്സിന്റെ ഉള്ളിൽ നമുക്കൊരു, ചിലപ്പോൾ അതൊരു ദൈവഹിതമായിരിക്കാം, അത് ആ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകളുടെ താല്പര്യം എന്താണ്? അതിൽ ഏറ്റവും അപകടം കോൺഗ്രസിന്റെ ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. നിലപാട് അങ്ങനെയായിരുന്നു. അതെ, UDFന്റെ നിലപാട് അതിന് അനുകൂലമായിരുന്നു. മീനിന്റെ വണ്ടി റോഡിലൂടെ പോകുന്ന സമയത്ത്, അതിന്റെ ബാക്കിൽ ബൈക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന വെള്ളം ഒന്ന് മണക്കുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളെല്ലാവരും മത്സ്യം കഴിക്കുന്ന ആളുകൾ തന്നെയാണ്, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ മത്സ്യം തലയിൽ വെച്ചിട്ട് നമ്മൾ നടക്കൂലല്ലോ. ഇതെല്ലാം മത്സ്യത്തോടുള്ള എതിർപ്പല്ല അത്. കാരണം ഈ മത്സ്യ മാർക്കറ്റ് വരുന്നത് അവിടെ വന്നാൽ ഈ വെള്ളവും ചവിട്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറേണ്ടത്. ആ ക്ഷേത്രത്തിലേക്ക് കയറുന്നേരം ഇത്രയും ദുർഗന്ധം, അതായത് ഈ മീനിന്റെ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദുർഗന്ധം, ഇതിനെ ക്ഷേത്ര പരിസരം മലിനമാക്കും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അവിടെ ഒരു ഡ്രെയിനേജ് സംവിധാനമില്ല. മഞ്ഞോടിയിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മുട്ടോളം വെള്ളം കയറുന്ന പ്രദേശമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞോടി ടൗൺ എന്ന് പറയുന്നത്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വരെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് പുല്ലമ്പിൽ റോഡും മഞ്ഞോടി ടൗണും. 10 വർഷം മുന്നേ അല്ലെങ്കിൽ 15 വർഷം മുന്നേ മഞ്ഞോടി ടൗണിന്റെ ബാക്ക് ഭാഗം പൂർണ്ണമായും വയലായിരുന്നു. ഇപ്പോഴെല്ലാം കരയായി, തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതിനൊരു ഡ്രെയിനേജ്, ഒരു ആധുനിക രീതിയിലുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും അപകടകരമായിട്ടുള്ള മാലിന്യ പ്രശ്നം അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫിഷ് മാർക്കറ്റ് അവിടെ കൊണ്ടുവരാനുള്ള ചിന്തയോ ചർച്ചയോ മാത്രമല്ല, അവിടെ കൊണ്ടുവന്നു, ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കി, ഉദ്ഘാടനവും നടത്തി. അതെല്ലാം ഏകപക്ഷീയമായി അവരുടെ ഒരു അധികാരത്തിന്റെ ഒരു ശക്തി ഉണ്ടല്ലോ, പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉദ്ഘാടനം വരെ നടത്തി. പക്ഷെ അവിടെയുള്ള പ്രദേശവാസികൾ, അവിടെയുള്ള ഹൈന്ദവ സംഘടനാ നേതാക്കന്മാർ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി അതിനെ പ്രതിരോധിച്ചു. അതിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് BJPയുടെ കൗൺസിലർമാരായിരുന്നു. കൗൺസിലിലേക്ക് വന്ന സമയത്ത് കോടതി വിധി പ്രതികൂലമായിരുന്നിട്ടും അവിടെ, അതായത് നഗരസഭക്ക് അനുകൂലമായിരുന്നു കോടതി വിധി വന്നത്, ആ കോടതി വിധി വന്നിട്ടും അതിന് അപ്പീലിന് പോയി. അതിന്റെ അപ്പീല് പിന്നീട് സമരസമിതിക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടാക്കിയെടുത്തു. തുടർച്ചയായിട്ടുള്ള സമരം, അത് നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി എടുത്തു പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാടാണ് തലശ്ശേരി നഗരസഭയിൽ BJP ഉദ്ദേശിക്കുന്നത്. മറ്റെന്തൊക്കെ കൂടുതൽ വികസനങ്ങളാണ് നടത്താൻ? തലശ്ശേരി നഗരസഭയുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായിട്ടുള്ള ഒരു സാഹചര്യമുള്ള ഒരു അവസ്ഥയാണ് തലശ്ശേരി. അത് നമുക്കൊരു മെഡിക്കൽ കോളേജിന്റെ സമാനമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഉള്ള രീതിയിലേക്ക് BJP കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ നവീകരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. അത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തലശ്ശേരി നഗരത്തിലുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജൽജീവൻ മിഷൻ പൂർണ്ണമായും നടപ്പിലാക്കും. അതിൽ ഒരു വീടിൽ പോലും ശുദ്ധജലം എത്താത്തതായിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തും. ആദ്യ 100 ദിവസത്തിൽ തന്നെ അതിൽ ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ തലശ്ശേരി നഗരസഭയിലുള്ള വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സമഗ്ര ഓവുചാൽ പദ്ധതി നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റ്, അറവുശാല, ഇത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ തലശ്ശേരി നഗരസഭയിലുള്ള മുഴുവൻ വാർഡുകളിലും കേന്ദ്ര സർക്കാർ പദ്ധതികൾ 100% നടപ്പിലാക്കി. സുകന്യ സമൃദ്ധി യോജനയാണെങ്കിലും, ആയുഷ്മാൻ ഭാരത് ആണെങ്കിലും, ആവാസ് യോജനയാണെങ്കിലും, സുരക്ഷാ ബീമ പദ്ധതികളൊന്നും ഇപ്പോൾ നഗരസഭയിൽ നടപ്പിലാകുന്നില്ല. നമ്മുടെ നഗരസഭയിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾക്കെല്ലാം മുഖതിരിഞ്ഞ് നിൽക്കുകയാണ്. ചില പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള പദ്ധതികളെല്ലാം തന്നെ പേര് മാറ്റിക്കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രി ആവാസ് യോജന, മുഴുവൻ ആളുകൾക്കും വീട് നൽകാൻ വേണ്ടിയിട്ടുള്ള
ഒരു പദ്ധതിയാണ്. ഇവിടെ കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത്, തലശ്ശേരിയിലേക്ക് എത്തുന്ന സമയത്ത് അത് ലൈഫ് മിഷനായി. ഈ ലൈഫ് മിഷന്റെ പേരും പറഞ്ഞിട്ട് നമ്മളൊരു ഫ്ലാറ്റ് നൽകാം എന്നുള്ള ഒരു വാഗ്ദാനം നമ്മുടെ മുന്നിലുണ്ട്. തലശ്ശേരി നഗരസഭയിൽ ഫ്ലാറ്റിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട നിരവധി ആളുകളുണ്ട്. അവർ വർഷങ്ങളായി കാത്തു നിന്നുകൊണ്ടിരിക്കുക. 8 വർഷത്തിലധികമായിട്ട് ലൈഫ് മിഷന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ഇന്നേ വരെ അതിന്റെ പ്രാരംഭ പ്രവർത്തനം പോലും ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ മുഴുവൻ തലശ്ശേരി നഗരസഭയിലുള്ള മുഴുവൻ വാർഡുകളിലും PHC സെന്ററുകൾ ആരംഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. PHC സെന്റർ, കാരണം ഹെൽത്തിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, അതിൽ എല്ലാ വാർഡുകളിലും PHC സെന്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ തലശ്ശേരി നഗരസഭാ പരിധിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനം 100% സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് ഉതകുന്നതാണ് എന്ന് ഉറപ്പുവരുത്തും. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ തൊഴിലാളികളെ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ. സ്വച്ഛ് ഭാരത് പദ്ധതി എന്ന് പറയുന്നത് ഭാരതം മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപ നമുക്ക് അതുവഴി ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. എന്നിരുന്നിട്ടും ഇതൊക്കെ ലാപ്സ് ആവുന്നതാണ്. ഫണ്ട് മുഴുവൻ, സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഫണ്ട് മുഴുവൻ ലാപ്സ് ആവുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡുകളിൽ കൃഷിഭവൻ മുഖേന കാർഷിക മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, ഈ പദ്ധതികൾ കിസാൻ സമ്മാൻ നിധി മുഴുവൻ വീടുകളിലും, അർഹരായിട്ടുള്ള മുഴുവൻ വീടുകളിലും കിസാൻ സമ്മാൻ നിധി ലഭ്യമാക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ടെറസ് കൃഷി വ്യാപിപ്പിക്കുന്നതോടൊപ്പം തന്നെ അടുക്കളത്തോട്ടം വ്യാപിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെല്ലാം ക്ലബ്ബ് രൂപത്തിൽ കാർഷിക മേഖലയിൽ ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ ഒരു സ്വയം പര്യാപ്തത. ഇപ്പൊ നമുക്കറിയാം, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കേവലം ഒരു നമ്മുടെ എല്ലാം ഒരു ആവശ്യം മാത്രമല്ല, അതൊരു ജീവൻ നിലനിർത്തുവാനുള്ള ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ചികിത്സാ പദ്ധതിയായിട്ട് മാറിയ ഒരു സാഹചര്യമാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ പിന്നെ വിഷാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളാണ് നമ്മുടെ രോഗവും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നത് എന്ന് ഇപ്പോൾ വലിയ പഠനങ്ങളെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വയം പര്യാപ്തത നേടുന്ന, കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്ന ഒരു നഗരസഭയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന വഴി തലശ്ശേരി നഗരത്തിലുള്ള മുഴുവൻ ആളുകളെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പങ്കാളികളാക്കും. അതിൽ 100% ഇൻഷുറൻസ് പരിരക്ഷാ നഗരസഭയായിട്ട് BJP പ്രഖ്യാപിക്കും. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മൾ മിഷൻ ഡോക്യുമെന്റ് ഇപ്പൊ പുറത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർജി തലശ്ശേരിയിൽ വന്ന സമയത്ത് വലിയ ഒരു സദസ്സിൽ വെച്ച് അത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നഗരത്തിലുള്ള മുഴുവൻ വീടുകളിൽ കൃത്യമായ കാഴ്ചപ്പാട് അതായത് ഇപ്പൊ കേന്ദ്ര സർക്കാർ നമ്മുടെ മുന്നിൽ ഒരു കാഴ്ചപ്പാട് തെളിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നാട്ടിൽ വികസനം കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ഗുണഭോക്താക്കളിലേക്ക് ഈ സേവനങ്ങളെല്ലാം എത്തിക്കേണ്ടത്, അർഹരായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, സ്വജനപക്ഷപാതമില്ലാത്ത, അഴിമതിയില്ലാത്ത, കെടുകാര്യസ്ഥതയില്ലാത്ത ഒരു ഭരണ സംവിധാനം തലശ്ശേരി നഗരസഭയ്ക്ക് അനിവാര്യമാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും, ഇത് മൂന്നും മൂർത്തിമത് ഭാവങ്ങളാണ് തലശ്ശേരി നഗരസഭയിലുള്ള ഭരണാധികാരികൾ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒരു തലശ്ശേരി നഗരസഭയിലുള്ള 81 അംഗനവാടികളിൽ ബോക്സ് സെറ്റ് വിതരണം ചെയ്തതിൽ 81 അംഗനവാടികളിൽ ബോക്സ് സെറ്റ് വിതരണം ചെയ്തു. അതിൽ MRP റേറ്റിനേക്കാൾ 23,715 രൂപ MRP റേറ്റ് ഉള്ള ഒരു ബോക്സിന് 29,300 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് തലശ്ശേരി നഗരസഭ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ഇതെങ്ങനെ സാധ്യമാകും? താങ്കളും കൂടെ ഉൾപ്പെട്ട കൗൺസിലല്ലേ പാസ്സാക്കുന്നത്? വളരെ നല്ല ചോദ്യമാണ്. അത് ഈ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ സമയത്ത് വാർഷിക പദ്ധതികളുടെ കൗൺസിലിലേക്ക് വരുന്നത് വാർഷിക പദ്ധതി അംഗീകാരത്തിനാണ് വരിക. വാർഷിക പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ മുൻപ്, അതായത് ടൗൺ ഹാളിൽ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനുശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒക്കെ ചേർന്ന് പൊതുസഭയിൽ നിന്നും വരുന്ന പദ്ധതികളെല്ലാം തന്നെ ഏകീകരിച്ച് ഒരു വലിയ പദ്ധതിയാക്കി ഒരൊറ്റ ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മുടെ കൗൺസിലിലേക്ക് വരിക. ഈ കൗൺസിലിലേക്ക് വരുന്ന സമയത്ത് 81 അംഗനവാടികളിൽ മൈക്ക് സെറ്റ് വിതരണം ചെയ്യുന്ന പദ്ധതി ഇത്ര ലക്ഷം രൂപ എന്നാണ് വരിക. ഈ 24 ലക്ഷം രൂപയുടെ പദ്ധതിയാണത്. അങ്ങനെ ഇത് ആർക്ക് ടെൻഡർ ചെയ്യുന്നോ അല്ലെങ്കിൽ അതിന്റെ ഇൻവോയ്സ് എന്താണെന്നോ അതിന്റെ നടപടികളോ കൗൺസിലിലേക്ക് വരുന്നില്ല. ഇതിനുശേഷം നമ്മളിത് ഈ പദ്ധതി ഉദ്ഘാടന വേളയിൽ ഈ ബോക്സ് കണ്ട സമയത്ത് ഈ ബോക്സിന്റെ മുകളിൽ MRP 23,715 രൂപ. നമ്മൾ അതിനുശേഷം ഇൻവോയ്സ് ഒന്ന് ചെക്ക് ചെയ്തു. ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു കാരണം, അവിടെ 23,715 രൂപ ഈ MRP സ്റ്റിക്കർ ഒന്ന് പറിച്ചതായിട്ടാണ് കാണുന്നത്.
ഇത് സാധാരണ നമ്മൾ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഗവൺമെന്റ് സിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങനെ MRP സ്റ്റിക്കർ പറിച്ച് ഇതായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നതല്ലോ, ഇതൊരു ഗവൺമെന്റ് പദ്ധതിയല്ലേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻവോയ്സ് ചെയ്യുമ്പോഴാണ് 29,300 രൂപ ഇതിന്റെ തലശ്ശേരി നഗരസഭ ഈ ഡീലർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഡീലർ എന്ന് പറയുന്നത് നൽകിയിട്ടുള്ള ബോക്സിന്റെ ഓതറൈസ്ഡ് ഡീലറും അല്ല, അഹൂജ എന്ന് പറയുന്ന കമ്പനിയാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അഹൂജ കമ്പനിയുടെ ഓതറൈസ്ഡ് ഡീലർ അല്ല ഈ ഒരു RJ എന്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനി. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു അന്തർധാര, അതില് തലശ്ശേരി നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് 10 ലക്ഷം രൂപയോളമാണ്. ഈ 10 ലക്ഷം രൂപയോളം പോയിട്ടുണ്ട്. വിവരാവകാശ പ്രകാരം എല്ലാ രേഖകളും വാങ്ങിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും കേസ് ഇപ്പോൾ വിജിലൻസിലാണുള്ളത്. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഭാഗത്ത് പ്രതിഷേധ സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നടത്തുമ്പോഴും നിയമപരമായി നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം കൃത്യമായി നമ്മുടെ നടപടിയിലേക്ക് തന്നെ കൗൺസിൽ ചർച്ച ഒരുപാട് തവണ ഇത് കൗൺസിലിലേക്ക് വന്ന സമയത്ത് അതിനെ ന്യായീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതിനെ നിയമപരമായിട്ട് നേരിടാൻ തുടങ്ങിയത്. അത് ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും എല്ലാവരും അതിനെ ന്യായീകരിക്കുന്നു. അതിന് AMC അങ്ങനെ ഓരോ പുതിയ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ പൈസ. ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 23,000 രൂപയുടെ ഒരു സാധനത്തിന് 10 ലക്ഷം രൂപയോളം 81 ബോക്സിന് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണ്ടന്മാരാണ് ഈ നാട് ഭരിക്കുന്നത്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, ഒരു ബോക്സിന് 23,000 രൂപയുടെ ബോക്സിന് 5 വർഷത്തേക്ക് ഗ്യാരണ്ടി നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും വലിയ 50 ഇഞ്ച് TV-ക്ക് വരെ ഇപ്പൊ 1 വർഷം മാത്രം ഗ്യാരണ്ടി നൽകുന്നു. 5 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി നൽകാമെന്ന് അവർ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അത്രയും മാന്യന്മാരാണ് ഇവര്. കാരണം ഇതിനു മുൻപേയും മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തതിൽ അഴിമതി നടന്നിട്ടുണ്ട്. അങ്ങനെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള മിക്ക പദ്ധതികളിലും കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. കെടുകാര്യസ്ഥത, ഞാൻ അഴിമതി കഴിഞ്ഞാൽ കൃത്യമായി എടുത്തു പറയാവുന്നതാണ് കെടുകാര്യസ്ഥത. കെടുകാര്യസ്ഥതയുടെ കാര്യത്തിൽ തലശ്ശേരി നഗരസഭയിൽ അനിവാര്യമായി നടക്കേണ്ടതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കാത്തത് കെടുകാര്യസ്ഥതയുടെ ഭാഗമായിട്ടാണ്. നമ്മുടെ തലശ്ശേരി നഗരസഭയിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പറ്റും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് കൃത്യമായിട്ട് ഇടപെടൽ മാത്രമേ വേണ്ടുള്ളൂ. ട്രാഫിക് പോലീസിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള ഒരു ട്രാഫിക് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ, അത് സമയബന്ധിതമാക്കിയാൽ, ഇപ്പൊ ലോഗൻസ് റോഡ് പൊളിച്ചിടാൻ തുടങ്ങിയിട്ട് എത്ര മാസങ്ങളായി? 41 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ റോഡ് 6 മാസത്തോളമായി അത് പണി പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും അതിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള ചെയ്യേണ്ട പ്രവർത്തനം കൃത്യമായി ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ വലിയ അപകടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സ്വജനപക്ഷപാതം പ്രത്യേകിച്ച് പറയേണ്ട. തലശ്ശേരി നഗരത്തിലുള്ള മിക്ക അനധികൃത കെട്ടിടങ്ങളും തട്ടുകടകളും എല്ലാം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കയ്യിലാണ്. ഇപ്പോ നിങ്ങളൊരു കാര്യം പൊതുജനങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ മതി. തലശ്ശേരിയിലുള്ള ഈ തെരുവോര കച്ചവടങ്ങളുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ആരും അറിയില്ല. തലശ്ശേരിയിലുള്ള പ്രധാനപ്പെട്ട ഒരു CPM-ന്റെ നേതാവാണ്. അവരുടെ പേരിലാണ് പ്രധാനപ്പെട്ട തെരുവോര കച്ചവടങ്ങളിലെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന, അതായത് തലശ്ശേരി നഗരത്തിൽ 30,000 40,000 വാടക നൽകിക്കൊണ്ട് കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡില് ഒരു കെട്ടിയുണ്ടാക്കിയതുപോലെ തെരുവോര കച്ചവടത്തിന് അവിടെ സാധാരണ വാടക ഇനത്തിൽ വരേണ്ടത് 20,000 30,000 വരും. പക്ഷെ ഈ നേതാവിന്റെ പേരിലാണ് ആ തെരുവോര കച്ചവടം ഉള്ളത്. അതിൽ ഡെയിലി 1000 രൂപക്ക് മറ്റൊരാൾക്ക് നടത്താൻ വേണ്ടി കൊടുക്കുന്നു മേൽവാടകയ്ക്ക്. ഇപ്പം തെരുവോര കച്ചവടം ഒന്നും നമ്മൾ എതിരല്ല. സാധാരണക്കാരന്റെ അതായത് ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത് അർഹരായിരിക്കണം. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അർഹരായിട്ടുള്ള ഒരാളാണ് എങ്കിൽ ചെറിയ തരത്തിലുള്ള വിട്ടുവീഴ്ചകളിൽ ഒന്നും യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മാർഗം. പക്ഷെ ഇത് 3 4 തെരുവോര കച്ചവടങ്ങൾ ഒരാളുടെ പേരിൽ നിലനിർത്തുക, അതിൽ മേൽവാടകക്ക് 1000 രൂപ 1500 രൂപ മേൽവാടകക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അവരുടെ വരുമാനം, ആ നേതാവിന്റെ ഒരു വരുമാനം ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു 4 തെരുവോര കച്ചവടം ഉണ്ട് എങ്കിൽ എത്ര പൈസയായി? 6000 രൂപയായി. ഇത്ര ഈ സ്വജനപക്ഷപാതമാണ് നിങ്ങൾ അവസാനിപ്പിക്കും? തീർച്ചയായും അത് തുടച്ചു നീക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കെട്ടിട നിർമ്മാണങ്ങൾ, അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ പൂർണ്ണമായും ഈ ശുചീകരണ തൊഴിലാളികളുടെ ഇടയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ഇതൊക്കെ സംഘടനാ പ്രവർത്തനം ഏത് തൊഴിലാളി മേഖലയിൽ ഉണ്ടാവും. ആ തൊഴിലാളി മേഖലയല്ല. ഇപ്പൊ ഒരു തൊഴിലാളിക്ക് എന്തായാലും റോഡിൽ ഇറങ്ങിയിട്ട് കൊടികെട്ടാൻ പറ്റില്ലല്ലോ. പക്ഷെ ഈ തൊഴിലാളി കൊടികെട്ടുന്നതിന്റെ വീഡിയോയും ഫോട്ടോസും എന്റെ കയ്യിലുണ്ട്, തലശ്ശേരി നഗരത്തിൽ തന്നെ.
പുലർച്ചെ ഈ പണി എടുക്കേണ്ട സമയത്ത് യൂണിഫോം ഇട്ട സമയത്ത് കൊടി കെട്ടുന്നതിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആധികാരികമായിട്ട് നിങ്ങളോട് ഈ കാര്യം ഞാൻ പറയാൻ കാരണം. അപ്പോൾ യഥാർത്ഥത്തിൽ നഗരസഭയിലേക്ക് ഉള്ള വികസനത്തിൽ ഊന്നിയ ഒരു ചർച്ചയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലും നഗരസഭയെ വലിയൊരു കാഴ്ചപ്പാടിലേക്ക് കൂടി നല്ലൊരു രീതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പം BJP നടത്തുന്നത്. അതാണ് നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക്. അതിൽ ഏറ്റവും പരമപ്രധാനം നമ്മൾ മിഷൻ ഡോക്യുമെന്റിൽ വളരെ എടുത്തു കാണിച്ചിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അതായത് നമ്മുടെ തലശ്ശേരി നഗരം എന്ന് പറയുന്നത് ഒരു IT പ്രൊഫഷണൽസിന്റെ ഒരു കേന്ദ്രമാണ്. ഈ IT പ്രൊഫഷണൽസ് ഇപ്പം മിക്ക ആളുകളും വർക്ക് അറ്റ് ഹോം ആണ്. അവർക്കൊരു വർക്കിംഗ് സ്പേസ്, അതായത് സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ഒരു വർക്കിംഗ് സ്പേസ് നിർമ്മിക്കും എന്നുള്ളത് നമ്മുടെ മാനിഫെസ്റ്റോയിൽ നമ്മൾ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. ഈ വർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വലായി, അതായത് ഓരോ വ്യക്തിയും അടച്ചിട്ട മുറിയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു തൊഴിൽ ശൈലി, അത് ഒരു പരിധിവരെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടായ പ്രവർത്തനമാക്കിയിട്ട് ഒരു വലിയ ഒരു ഷോപ്പിംഗ് മാൾ പോലെ ഒരു വലിയ ഒരു IT ഹബ്ബായി മാറ്റുന്ന ഒരു സാഹചര്യം. അവിടെ തന്നെ പിന്നെ പലതരത്തിലുള്ള വിനോദത്തിനും വിജ്ഞാനത്തിനും ആവശ്യമായിട്ടുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായും നഗരസഭയുടെ വരുമാന വർധനവിനും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാകും. അതോടൊപ്പം തന്നെ നമ്മുടെ തലശ്ശേരി നഗരത്തിലെ നിരവധി കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള കുടുംബശ്രീകൾ ഉള്ള ഒരു നഗരം തലശ്ശേരിയാണ്. ഈ കുടുംബശ്രീ വെറുതെ ആഴ്ചയിൽ ഒരു ദിവസം കൂടി അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഫണ്ട് കളക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു അല്ലാതെ അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന തരത്തിൽ അവരുടെ നിലവാരം ഉയർത്തുന്നതിന് തരത്തിൽ ഉള്ള ഒരു ഇടപെടൽ കുടുംബശ്രീയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ എല്ലാ കുടുംബശ്രീകളിലും ഒരു ഉൽപാദന കേന്ദ്രമായി വളർത്തിയെടുക്കുകയും അത് വിപണനം ചെയ്യുവാനുള്ള ഒരു മാർക്കറ്റ്, ഒരു വരുമാന മാർഗം, അതായത് നഗരത്തിലുള്ള മുഴുവൻ കുടുംബത്തിലും ഒരു വനിതയ്ക്ക് ഒരു ജോലി, കുടുംബത്തിലെ വനിതയ്ക്ക് ഒരു ജോലി എന്ന സ്വപ്നം, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു സ്പേസ്. അതെ, അത് വിപണനം, ഏത് ഉൽപ്പന്നത്തിനും വിപണനം ചെയ്യുവാനുള്ള മാർഗമാണ്. വളരെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ അത് വിപണനം ചെയ്യലാണ്, അതിന്റെ മാർഗം ഉണ്ടാക്കി അതിനൊരു സ്പേസ് ഒരുക്കുക. അത് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം റോഡ് സൈഡിൽ തട്ടുകട പോലെ നമ്മൾ കെട്ടിയുണ്ടാക്കുന്ന ഒരു കുടുംബശ്രീ ആ രീതിയിലല്ല. അതൊരു നമ്മളൊരു വലിയ സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു വലിയ കൺസെപ്റ്റിൽ കുടുംബശ്രീ സൂപ്പർ മാർക്കറ്റ് ആണ്. കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം ചെയ്യുന്ന, അതായത് ജൈവ രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടെറസ് കൃഷിയും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ അടുക്കളത്തോട്ടവും ഇതിനെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് ഒരു വലിയ ഒരു സംരംഭം, അത് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഉൽപാദകൻ തന്നെ ഗുണഭോക്താവുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യം. നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വിപണനം ചെയ്യുകയും മറ്റൊരാളുടെ അതേ നിലവാരത്തിലുള്ള ഉൽപ്പന്നം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയും ചെയ്യുന്ന ഒരു സംസ്കാരം, അത് കുടുംബശ്രീ യൂണിറ്റിലൂടെയും ജൈവ പച്ചക്കറി കൃഷിയിലൂടെയും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അത് BJP ഇത്തവണ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും തലശ്ശേരി നഗരസഭയുടെ പൾസറിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം താങ്കളിപ്പം പറഞ്ഞ കുറേ കാര്യങ്ങൾ. ഈ വികസന കാഴ്ചപ്പാടുകളൊക്കെ വ്യക്തമായ ഒരു ചിട്ടയായ അടുക്കായ കാര്യങ്ങളാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് മൊത്തം. അത് വലിയ രീതിയിലുള്ളൊരു വിജയമാണ് നിങ്ങൾ നഗരസഭയിൽ പ്രതീക്ഷിക്കുന്നത്. ഏത് രീതിയിലാണ്? തീർച്ചയായും തലശ്ശേരി നഗരസഭയിൽ ഭരണം പിടിക്കും തന്നെയാണ്. തീർച്ചയായും ഭരണം പിടിക്കും എന്നുള്ളതാണ്. ഭരണം പിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരും, മിക്ക ആളുകളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. കൃത്യമായി സ്വന്തമായി ചിന്തിക്കുവാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാനും സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനും പ്രാപ്തിയുള്ള ആളുകളെ കൃത്യമായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിരവധി ആളുകൾ ഇനിയും പുറത്തുണ്ട്. പക്ഷെ ഓരോ വാർഡിനും അനുയോജ്യരായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു പാനൽ നമ്മൾ ഇപ്രാവശ്യം മുന്നോട്ട് വച്ചത് തന്നെ ഈ ഒരു ഭരണം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ വരുന്ന 5 വർഷം, ഇതിപ്പം സാധാരണഗതിയിൽ ഇപ്പം രാഷ്ട്രീയത്തിലൊരു ചൊല്ലുണ്ട്, 2ാം സ്ഥാനത്തുള്ള ആള് 1ാം സ്ഥാനത്തേക്ക് എത്താൻ വലിയ പാടൊന്നുമില്ല. അതിന് 1ാം സ്ഥാനത്തുള്ളവന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും സ്വജനപക്ഷവും ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. സ്വാഭാവികമായിട്ടും ജനങ്ങൾ റിജക്ട് ചെയ്യും. പക്ഷെ 3ാം സ്ഥാനത്തിൽ നിന്ന് 2ാം സ്ഥാനത്തേക്കാണ്. 3ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ 2ാം സ്ഥാനത്തിൽ നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവും എന്ന് നമുക്ക് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നല്ല ഒരു സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതും. ഈ വരുന്ന 5 വർഷം വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം തലശ്ശേരി നഗരസഭയിൽ കൊണ്ടുവരണം എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടും നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ്. ഏതായാലും തലശ്ശേരി നഗരസഭയുടെ ഭരണം കൈയാളാൻ BJPക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തിരക്ക് പിടിച്ച സമയത്തിലും ഗ്രാമികയുടെ അല്പസമയം ചെലവഴിച്ചതിന് താങ്ക് യു.
ജനസമക്ഷത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.